അപ്പൊ ഇതാണ് സീജൽ പവാർ, മുംബൈയിലെ ഒരു ആശുപത്രിയിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിനി. അപ്പോ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി മാധ്യമങ്ങളിലൊക്കെ എയറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ. പുള്ളിക്കാരത്തി ഇപ്പൊ എയറിലാവാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഷോയില് ഒരു ജോക്ക് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തി പുരുഷന്മാരുടെ മരിച്ച ശരീരങ്ങൾ, ഡെഡ് ബോഡീസിന്റെ പുരുഷ പ്രൈവറ്റ് പാർട്ടിന്റെ വലിപ്പം നോക്കി കളിയാക്കാറുണ്ടെന്ന്. അതാണ് ജോക്ക്. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ശവത്തിന്റെ പ്രൈവറ്റ് പാർട്ട്, അത് പുരുഷ ശവത്തിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ വലിപ്പം നോക്കി കളിയാക്കാറുണ്ടെന്ന്. അതാണ് തമാശ. അപ്പൊ ഇതാണിപ്പോ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇന്ത്യയിൽ ഫുൾ ആയിട്ട് ചർച്ച ചെയ്യണ ഒരു വൺ ഓഫ് ദി വിഷയം. ഇതിൽ രാഷ്ട്രീയം ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ജെൻഡർ ഉണ്ട്. അപ്പോ പേഴ്സണലി എനിക്ക് ഈ ജോക്ക് ഒഫൻഡ് ആയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ അത്രയ്ക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയല്ല. തമാശയുടെ ഒരു വൈബില് അത് ഇവിടെ പറഞ്ഞേക്കണത് ഒരു കോമഡി സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഷോയിലാണ്. അപ്പൊ അതിൽ പറയണത് ഭൂരിഭാഗം ഇപ്പൊ നമ്മൾ ഫോറിൻ അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഷോസ് ആണെങ്കിൽ എക്സ്ട്രീം ജോക്സ് ഒക്കെ പറയും. അത് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പൊ ഞാൻ ആ ഒരു വൈബിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിലുള്ള രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ഭരിക്കുന്നത് ഒരു വലതുപക്ഷ BJP സർക്കാരാണ്. മാത്രല്ല ഒരു വൻ റൈറ്റ് വിങ് മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക്. അത് ലോകം മൊത്തം ഒരു വലതുപക്ഷ ചായ്വ് ഉണ്ട്. ഇപ്പോ ആ ട്രംപ് ജയിച്ച പിന്നെ തന്നെ അത് അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലിപ്പോ ഇടതുപക്ഷം തന്നെയാണ് ഒരു വലിയ കാരണം തന്നെ. കാരണം ഓവറായിട്ട് സ്ത്രീ പക്ഷത്തോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. പറഞ്ഞു മനസ്സിലായ? അപ്പൊ അതിനോട് ഭാഗമായിട്ട് ഇപ്പോ വലതുപക്ഷ ചിന്താഗതിയുള്ള പുരുഷന്മാർക്ക് ചോദിക്കണതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ജോക്ക് പറഞ്ഞത് വൈസ് വേഴ്സ, അതായത് ഒരു സ്ത്രീയെ പറ്റി ഒരു പുരുഷനാ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ, അത് ശരിയാണ്. ഇപ്പൊ പേഴ്സണലി എനിക്കിത് ഒഫൻഡ് ആയിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവണം. പറഞ്ഞു മനസ്സിലായി? അതായത് ഇപ്പൊ ഒരു സ്ത്രീ പുരുഷനെ പറ്റി പറഞ്ഞുകൊണ്ട് അത്രയ്ക്കും ഇപ്പൊ മലയാള മാധ്യമങ്ങൾക്കൊന്നും അത്രയ്ക്കും പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ശവശരീരത്തിന്റെ പ്രൈവറ്റ് പാർട്ടിന്റെ വലിപ്പത്തെ പറ്റിയാ പറഞ്ഞെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ, ഉണ്ടാവാൻ പോണ ഒരു ഭൂകമ്പം. പറഞ്ഞു മനസ്സിലായ? ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അതായത് ഈ വലതുപക്ഷം ഇത്രയ്ക്കും സെൻസിറ്റീവായിട്ട് ഈ ഒരു വിഷയത്തെ എടുത്തേക്കണത് പേഴ്സണലി എനിക്ക് ഒഫൻഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തമാശയിട്ട് എടുത്തെങ്കിലും ഈ ഒരു പ്രശ്നമാണ് ഇതിന്റെ കാര്യം. അതായത് ഇപ്പൊ ഒരു സ്ത്രീക്കെതിരെയാണ് ഇതിനുണ്ടായെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നങ്ങൾ, അങ്ങനത്തെ എന്താ പറയാ, ഒരു ത്രാസ് വെക്കുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആവണ്ട, ആ ഒരു ഈക്വലൈസേഷൻ ഈ നടക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ഉത്തരവാദി ഇടതുപക്ഷം, അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിയന്റഡ്, ഓവർ ലെഫ്റ്റ് ഓറിയന്റഡ്, എക്സ്ട്രീം ലെഫ്റ്റൊക്കെയാണ് ഇതിന്റെ റീസൺ. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ മാറാൻ പോകുന്നല്ലത്. ഒന്നാമത്തെ സെൻസിറ്റീവ്നെസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇടത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ ചിന്തിക്കണം ഒരു വശത്ത് വലത് വളരും. അത് മലയാളികളോട് എനിക്ക് പറയാനുണ്ട്. അതായത് കേരളത്തില് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വന്നപ്പോഴും ദിലീപിന്റെ ഇഷ്യൂ വന്നപ്പോഴും ഓവറായിട്ട് എക്സ്ട്രീം ലെഫ്റ്റ് മൈൻഡ് സെറ്റിലാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ ഇടപെട്ടത്. അത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇലക്ഷന് തോറ്റേണ്ട ഒരു റീസൺ അതും കൂടിയാണ്. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുപക്ഷം ശക്തി പ്രാപിച്ചു. അത് കോൺഗ്രസ് അല്ല, BJP. പറഞ്ഞു മനസ്സിലായ? BJP ആണ് ഇത്രയും കൂടിയും ആണുങ്ങളുടെ അടുത്ത് പ്രോ മെൻ ആയിട്ട് നിൽക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ, വലതുപക്ഷം. അപ്പോ അത് ഇടതുപക്ഷം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് വലിയ തിരിച്ചടിയുണ്ടാവും. അതായത് പതിക്കണത് ഉണ്ടാവും. പക്ഷെ ഈ ഓവറായിട്ട് എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് പോകുമ്പോ ഒരു സൈഡില് ഒരു എക്സ്ട്രീം റൈറ്റ് വളരും. പറഞ്ഞു മനസ്സിലായി? അതിനിപ്പോ നിങ്ങൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ആൾക്കാർ മിണ്ടണല്ലേ. കാരണം മിണ്ടി കഴിഞ്ഞാൽ അവർക്ക് നല്ലത് കേൾക്കും. പറഞ്ഞു മനസ്സിലായ? അതിനുള്ള ഒരു മെയിൻ റീസൺ ഇതാണെന്ന്. ഞാൻ പിന്നെ നോക്കുമ്പോ മറ്റേ യൂട്യൂബില് കുറെ പ്രോ മെൻ ആൾക്കാരൊക്കെ കുറെ വീഡിയോസ് ഇട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറൊക്കെ വന്നിട്ടുണ്ട് പറയാനായിട്ട്. രാഹുൽ ഈശ്വറിന്റെ കാര്യം എനിക്ക് അത്രയ്ക്കും സപ്പോർട്ടീവ് അല്ല. കാരണം അത്രയ്ക്കും ആളെന്ന് പറയണത് ഒരു തരത്തിലും ജോക്കുകൾ അനുവദിക്കില്ല, ആ ഒരു മൈൻഡ് സെറ്റിൽ ആള് പറയണം. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യം, നമ്മൾ റെസ്ട്രിക്ഷൻ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഡെഡ് ബോഡി ആയതുകൊണ്ട് മാത്രം ജോക്ക് പറയാൻ പാടില്ല എന്നിപ്പോ എത്രയ്ക്ക് ജോക്ക് ആൾക്കാർ വേറെ ആ ഒരു എക്സ്ട്രീമായിട്ട് പറയുന്നുണ്ട്. അത് ജെൻഡർ വെച്ചിട്ടല്ലെങ്കിലും പലതര ജോക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും റെസ്ട്രിക്ഷൻസ് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സെൻസറിങ്ങും റെസ്ട്രിക്ഷൻസും അല്ല വേണ്ടത്. അതിന് പകരം ഓവറായിട്ട് എക്സ്ട്രീം ലെഫ്റ്റിൽ പോകുന്നതിനെ തടയിട്ടിട്ട് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അതേ പറ്റുള്ളൂ. എക്സ്ട്രീം റൈറ്റിലോട്ട് പോകാണ്ടിരിക്കണമെങ്കിൽ ആദ്യം എക്സ്ട്രീം ലെഫ്റ്റിനെ ഒന്ന് ഒതുക്കണം. പറഞ്ഞ മനസ്സിലായ? അതാണ് അതിന്റെ മെയിൻ കാര്യം. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇപ്പോ ലെഫ്റ്റ് വിങ് പൊളിറ്റീഷ്യൻസിനെ നോക്കുന്നത്, ഇപ്പൊ രാഹുൽ ഗാന്ധി ഇപ്പോ ഈ
പ്രശ്നം ഉണ്ടായപ്പോ ഇതൊരു സ്ത്രീക്കെതിരായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പൊ ട്വീറ്റ് ഇറക്കി അല്ലെങ്കിൽ പ്രസ്താവനയ്ക്ക് ഇറക്കി വലിയ ഡയലോഗ് അടിക്കാൻ വന്നാൽ ഇപ്പൊ മിണ്ടാടല്ലേ ആൾക്ക്. അതാണ് ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ മാറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല, ഈ വലതുപക്ഷം കൂടുതൽ ശക്തി പ്രാപിക്കുള്ളൂ. അതിന് കേരളത്തിൽ തന്നെ ഉണ്ടാവാൻ പോണേ, പറഞ്ഞ മനസ്സിലായ. അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യണ ഈ കാര്യങ്ങൾ വരുമ്പോ നിഷ്പക്ഷത പൂർണ്ണമായിട്ട് വരില്ലെങ്കിലും ഒരു പരിധി വരെ എക്സ്ട്രീം ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റിലോട്ടോ പോവാണ്ടിരിക്കുക. അതേ ഇതിനുള്ള പരിഹാരമുള്ളൂ. പറഞ്ഞ മനസ്സിലായ, ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക.